ബാംഗ്ലൂരിൽ മാർച്ച് 9 മുതൽ 14 വരെ നടക്കുന്ന ദേശീയ 10 പിൻ ബൗളിംഗ് ചാമ്പ്യൻഷിപ്പിനുള്ള കേരള ടീമിനെ പ്രഖ്യാപിച്ചു. അസോസിയേഷൻ സംഘടിപ്പിച്ച സംസ്ഥാനതല യോഗ്യതാ റൗണ്ടുകൾ വഴിയായിരുന്നു ടീം അംഗങ്ങളെ തിരഞ്ഞെടുത്തത്. 9 പുരുഷ താരങ്ങളും വനിതാ വിഭാഗത്തിൽ സുജിത സുനിൽകുമാറും ഉൾപ്പെടുന്ന ടീമിന്റെ ജേഴ്സി പ്രകാശനവും ഇതോടൊപ്പം നടത്തി. നമ്മുടെ 34ാമത്തെ നാഷണൽ 10 പിൻ ബൗളിംഗ് ചാമ്പ്യൻഷിപ്പ് ഈ വരുന്ന മാർച്ച് 9-ാം തീയതി ബാംഗ്ലൂർ അമീബിയയിൽ വെച്ച് നടക്കുകയാണ്. അത് മാർച്ച് 9 തുടങ്ങി മാർച്ച് 14 വരെ ഉണ്ട്. ഇന്ന് നമ്മൾ ഔദ്യോഗികമായിട്ട് കേരളത്തിന്റെ ജേഴ്സി പ്രകാശനം ചെയ്യാനും പിന്നെ സെലക്റ്റഡ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് അവരുടെ പേര് പറയുവാനും പിന്നെ നമ്മുടെ ഔദ്യോഗിക സ്പോൺസറിനെ കൂടെ പരിചയപ്പെടുത്താനാണ് ഇന്ന് നമ്മൾ ഈ പ്രസ് മീറ്റ് വിളിച്ചിരിക്കുന്നത്. 9 പേരാണ് ഇപ്രാവശ്യം നമ്മൾ നാഷണലിന് വേണ്ടിയിട്ട് ജെൻസ് കാറ്റഗറി പോകുന്നത്. 9 പേരാണ് ജെൻസ് കാറ്റഗറിയിൽ നാഷണലിന് വേണ്ടി പോകുന്നത്. ഒരാളാണ് ലേഡീസ് ഭാഗത്ത് നിന്ന് പോകുന്നത്. അപ്പം നമ്മൾ ഓരോ വർഷവും ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ഇന്ത്യ ലെവലിൽ നമ്മൾ ബാക്കിയുള്ള ഇന്റർനാഷണൽ ലെവലിൽ മറ്റുള്ള സ്പോർട്സ് ഗെയിം പോലെ തന്നെ ഒരു വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു സ്പോർട്സ് ഗെയിമാണ്. പക്ഷെ കേരളത്തിൽ അത്രയും ഫെമിലിയർ ആയിട്ട് ഇത് വന്നിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇപ്പോൾ ഒരുപാട് പേർക്ക് ഇത് അറിയാം. നമ്മൾ ഓരോ വർഷവും നമ്മളെ ഈ TBAKയുടെ അസോസിയേഷൻ, അത് കേരള സ്റ്റേറ്റ് ലെവൽ അസോസിയേഷനാണ്, നാഷണൽ ലെവലിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ട് ഓരോ വർഷവും നമ്മൾ ഇതിൻ്റെ ഒരു ജനപ്രീതി കൊണ്ടുവരാൻ വേണ്ടിയിട്ടും അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ എഫേർട്ടും ഇട്ടിട്ടാണ് നമ്മളിത് ഓൾ ടൈം ഇതിന് ഈ ഒരു ഗെയിമിന് വേണ്ടിയിട്ട് നമ്മൾ എഫേർട്ട് ഇട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം മീഡിയയുടെ ഭാഗത്തുനിന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നും ഇതിനെ ഒന്ന് മറ്റുള്ള ഫെമിലിയർ ആക്കാനും നിങ്ങളുടെ സപ്പോർട്ടും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുള്ള സപ്പോർട്ടൊക്കെ ആഗ്രഹിച്ചിട്ടാണ് ഓരോ വർഷവും നമ്മളിത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്രാവശ്യം 34ാമത്തെ നാഷണൽ ചാമ്പ്യൻഷിപ്പാണ് കേരള റെപ്രസെൻ്റ് ചെയ്തിട്ട്. അപ്പം ഇനി അങ്ങോട്ടും നിങ്ങളുടെ സപ്പോർട്ടോട് കൂടി മുന്നോട്ട് പോകണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. നിലവിൽ നമുക്ക് ഫീമെയിൽ കണ്ടസ്റ്റൻസ് 2 പേരുണ്ട്. അപ്പോൾ അതിൽ ഒരാൾ ദുബായിലും പിന്നെ കുവൈറ്റിൽ നിന്നും നമുക്ക് ഇതുപോലെ സീഡിങ് ടൂർണമെന്റ്സ് നടത്തിയിട്ട് അവിടെയും സെലക്ഷൻ നടക്കുന്നുണ്ട്. പക്ഷേ ഈ വാറിന്റെ പശ്ചാത്തലത്തിൽ അവർക്ക് കുറെ ഈ ഫ്ലൈറ്റ് ക്യാൻസലേഷൻ വന്നുകൊണ്ട് അവർക്ക് ഈ പ്രാവശ്യം എത്തിച്ചേരാൻ പറ്റുന്നതല്ല. അപ്പോൾ പിന്നെ നമുക്ക് കേരളത്തിൽ മെയിനായിട്ട് നമ്മൾ ടൂർണമെന്റ്സ് നടക്കുന്നത് എടപ്പള്ളി ലുലുവിലാണ്. അവരാണ് നമ്മളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യണത്. എല്ലാ പ്രാക്ടീസും കാര്യങ്ങളെല്ലാം ലുലു മോളിൽ വെച്ചാണ് നടക്കുന്നത്. പിന്നെ നമുക്ക് കുറച്ച് ടൂർണമെന്റ്സും കാര്യങ്ങളും നടന്നേക്കുന്നത് കാലിക്കറ്റ് വെച്ചും ട്രിവാൻഡ്രത്തും, ഈ 3 സ്ഥലത്താണ് കേരളത്തിൽ നമുക്ക് ടൂർണമെന്റ്സ് നടക്കുന്നത്. പിന്നെ സ്റ്റേറ്റ് ലെവൽ ടൂർണമെന്റ്സ് ഈ കഴിഞ്ഞ കൊല്ലം നമ്മൾ നടത്തിയതിൽ തെലങ്കാനയിൽ വെച്ചുണ്ടായിരുന്നു, ചെന്നൈയിൽ വെച്ചുണ്ടായിരുന്നു, ബാംഗ്ലൂർ വെച്ചുണ്ടായിരുന്നു. അങ്ങനെ ഇന്ത്യയിൽ നാഷണൽ ലെവലിൽ എല്ലാ സ്റ്റേറ്റ്സിലും ഇതുപോലെ ടൂർണമെന്റ്സ് വരുന്നുണ്ട്. ഇന്റർനാഷണൽ ലെവലിൽ നമ്മൾ കേരള റെപ്രസെന്റ് ചെയ്ത് പോയത് തായ്ലാന്റ് പോയിട്ടുണ്ടായിരുന്നു, മലേഷ്യ പോയിട്ടുണ്ടായിരുന്നു, പിന്നെ ഒമാനിൽ ഒരു ടൂർണമെന്റ് ഉണ്ടായിരുന്നു. ഇത്രയും ടൂർണമെന്റ്സ് നടക്കുന്നുണ്ട്. പലരും ഇതിനെക്കുറിച്ച് അത്ര അവെയർ അല്ല. അപ്പൊ നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾ വേണം ഇതൊക്കെ ഒന്ന് ജനങ്ങളിലേക്ക് മാക്സിമം പുഷ് ചെയ്ത് എത്തിക്കാൻ വേണ്ടി ഒരു സപ്പോർട്ട് റിക്വസ്റ്റും കൂടെ ചെയ്യാണ്. ഒരു കാര്യം കൂടി പറയുന്നത് വെച്ചാൽ ഇതിന്റെ ക്യാഷ് പ്രൈസ് എന്ന് പറയുന്നത് നാഷണൽ ലെവലിൽ ഓൾ കാറ്റഗറി ബേസ് ചെയ്തിട്ട് 10 lakhs above ആണ് ഇതിന്റെ ക്യാഷ് പ്രൈസ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവും. കേരളത്തിൽ ഇപ്പോൾ നമ്മളെല്ലാവരും പ്രാക്ടീസ് ചെയ്യുന്ന എവിടെയെന്ന് വെച്ചാൽ ഈ ഷോപ്പിംഗ് മോൾ പോലത്തെ സ്ഥലങ്ങളിലാണ്, ലുലു അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ്. അപ്പോൾ ഇതിന് ഒരു പ്രത്യേകിച്ച് ഒരു മറ്റുള്ള ഇതുപോലെ നമുക്കൊരു ട്രാക്ക് ഇല്ല. ഗവൺമെന്റ് ഭാഗത്ത് നിന്ന് നമുക്ക് കളിക്കാനുള്ള ബൗളിംഗ് ട്രാക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. അത് ഗവൺമെന്റ് ഭാഗത്ത് നിന്ന് എവിടെയെങ്കിലും ഒരു ക്ലബ്ബ് പോലെ നമുക്ക് അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തിടുവാണെങ്കിൽ സ്റ്റേറ്റ് ലെവലിൽ നിന്ന്, അതായത് കേരള സ്റ്റേറ്റിൽ നിന്ന് ഇന്ത്യയിലോട്ടും അവിടുന്ന് ഇന്റർനാഷണൽ ഇതിലോട്ടും നമുക്ക് ഇതിനെ ട്രെയിൻ ചെയ്ത് കുട്ടികളെ എടുക്കാൻ വേണ്ടിയിട്ടും അവർക്ക് മോർ ഓപ്പർച്യൂണിറ്റി കൊടുക്കാനും പറ്റും. അതിനുള്ള ഫെസിലിറ്റീസ് ആക്ച്വലി ഇതിന് കുറവാണ്. കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗെയിമാണ്. നമ്മൾ സ്നൂക്കർ മറ്റുള്ള പോലെ തന്നെ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗെയിമാണ് ബൗളിങ്ങും. അപ്പോൾ ഇനി ഗവൺമെന്റ് ഭാഗത്ത് നിന്ന് അതിലുള്ള നമുക്കൊരു ബൗളിംഗ് ക്ലബ്ബൊക്കെ ക്രിയേറ്റ് ചെയ്ത് തരാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ അത് വലിയ ഹെൽപ്പായിരിക്കും ഇനിയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾക്ക് ഒരുപാട് കാലങ്ങളായി കളിക്കുന്നത്, പക്ഷെ ഇനിയുള്ള യൂത്തിന് വേണ്ടിയിട്ട്, ഇനിയുള്ള ചെറുപ്പക്കാർക്ക് വേണ്ടിയിട്ടും അവർക്ക് വേണ്ടിയിട്ടും ഇത് ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും ഗവൺമെന്റ് ഭാഗത്ത് നിന്ന് നമുക്കുള്ള സപ്പോർട്ട്. ടീം സ്പോൺസർ നീരജ ഏവിയേഷൻ സ്കൂളാണ്. ജേഴ്സി ഇപ്പോൾ ഒന്ന് പ്രകാശനം ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് NH ഷമീദ്, അമിത്, മുഹമ്മദ് സാനിഫ്, ഷാബിൻ ഇബ്രാഹിം, ജിജിൻ ബാബു, KV വിനീഷ്, ഷാനവാസ് ഷാജാൻ, ഷബിൻ, രാഹുൽ ശങ്കർ. 9 പേരാണ് മെയിൽ കാറ്റഗറിയിൽ വരുന്നത്. പിന്നെ സുജിത ആണ് ഫീമെയിൽ കാറ്റഗറിയിലും സെലക്റ്റഡ് ആയിട്ടുള്ളത്. അപ്പോൾ അവരും കൂടി നമ്മൾ പേര് കൂടി ഈ വേദിയിലെടുത്ത് പറയുകയാണ്.